ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഈ രണ്ട് ചെടിച്ചട്ടിയില് റിപ്പോർട്ട് ചെയ്യണം. അതായത് ഈ മഞ്ഞ ചട്ടിയിലുള്ള മണി പ്ലാന്റിനെ എടുത്ത് റെഡ് ചട്ടിയിലോട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ മഞ്ഞ ചട്ടിയിൽ നിന്ന് ഫുൾ ഇളക്കി കട്ട് ചെയ്ത് റെഡ് ചെടിച്ചട്ടിയിലോട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ മണ്ണൊക്കെ വളമൊക്കെ ചേർത്ത് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്നും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ ഈ മണി പ്ലാന്റ് വള്ളി പോലെ വളരുന്നത് കട്ട് ചെയ്ത് കുറ്റി പോലെ നിർത്താൻ വേണ്ടി കട്ട് ചെയ്ത് ഒരു ചെടിച്ചട്ടിയിലാക്കും. അപ്പോൾ എൻ്റെ ഉള്ള മിക്ക മണി പ്ലാന്റ് ചെടികളും വള്ളി പോലെ നീളത്തിൽ വളർന്നു കിടക്കും. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പരീക്ഷണമായിട്ട് ഒന്ന് വിചാരിച്ചു, ഈ വള്ളി പോലെ വളരുന്നത് ഒന്ന് കുറ്റി പോലെ ആക്കി നിർത്താൻ പറ്റുമോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ അടുത്ത് തന്നെ മണ്ണ്, വളവും ചാണകപ്പൊടി അങ്ങനെ എല്ലാം ഒരുപാട് ഒന്ന് രണ്ട് മിക്സ് ചെയ്ത് മണ്ണിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മണ്ണ് വാരി ആ ചട്ടിയിലിട്ടിട്ട് ആ പ്ലാന്റുകൾ എടുത്ത് കട്ട് ചെയ്ത് കുറ്റിയായിട്ട് വളർത്താൻ പറ്റുമെന്ന് ഒരു പരീക്ഷണം. അപ്പം ഞാനിത് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച എന്ന് നോക്കിയിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇത് തൽക്കാലം ഈ മഞ്ഞച്ചട്ടിയിൽ നിൽക്കുന്ന മണി പ്ലാന്റ് അതിനെ ഒന്ന് ഇളക്കി ഈ റെഡ് ചട്ടിയിലോട്ട് മാറ്റണം. ഈ മണ്ണിൽ ഒരുപാട് ഐറ്റം വളങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് വേറെ ചെടികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ റിപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി അത്യാവശ്യത്തിന് മണ്ണിന് കിടന്ന് ഓടരുത് പെട്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മിക്സ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഞ്ഞ ചട്ടിയിൽ നിന്ന് ആ പ്ലാന്റ് നിന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ ഇതുപോലെ വള്ളി പോലെ വന്നത് കട്ട് ചെയ്ത് ചെറിയ കുറ്റി പോലെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ വള്ളി പോലെ വളരുന്നതും കാണാൻ ഭംഗിയാണ്. അപ്പോൾ ഞാനിത് വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് വെക്കാൻ വേണ്ടി ഒന്ന് കണ്ടില്ലേ, നീളത്തിന് വളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് റെഡ് ചട്ടിയിൽ നിറച്ചും ഒരു ചട്ടി നിറച്ച് ചെടി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നണം. അപ്പോൾ ആ ചട്ടിയിൽ ഫുള്ളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിലോട്ട് നടാമെന്ന് വിചാരിച്ചു. ഏതാണ്ട് ഒരു 7-8 തൈകൾ കട്ട് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ ഇതാണ് സംഭവം, കണ്ടില്ലേ. ഇതുപോലെ ഫുള്ളാക്കി ഇതൊരു 5-6 ചട്ടിയാക്കി എടുക്കണം. അപ്പോൾ തൽക്കാലം ഈ ഒരു ചട്ടിയിൽ എങ്ങനെയാണ് ഇത് വളർന്ന് കിട്ടുന്നതെന്നൊന്ന് പരീക്ഷിക്കണം. അതിനു വേണ്ടി ഒന്ന് ചെയ്തു നോക്കിയതാണ്. അപ്പോൾ ഇത് വളർന്ന് ചട്ടിയിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, ബൈ.